ഹായ് വെൽക്കം ടു നമ്മുടെ ചാനൽ. നമ്മുടെ അടുത്തൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താ വെച്ചാൽ, ഇന്ന് ഞങ്ങൾ പൊങ്കാലയ്ക്ക് വേണ്ടിയിട്ട് തിരുവനന്തപുരം വന്നിക്കാണ് കേട്ടോ. അപ്പോൾ അവിടുത്തെ ഒരു റൂമും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. പക്ഷേ നല്ല റൂമായിരുന്നു, നല്ല ക്ലീനും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മൾ എപ്പോഴും റൂം എടുക്കുമ്പോൾ നമുക്കുള്ള ടെൻഷൻ അതാ, ബാത്റൂം ക്ലീനാണോ, റൂം ക്ലീനാണോ. ചില റൂമുകളൊക്കെ ഒരു പുഴുക്കമണോ കാര്യങ്ങളൊക്കെ ഉണ്ടാകും. നമുക്കതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടാണ്. വേറെ ഒന്നല്ല, നമുക്ക് കുഞ്ഞു മക്കളെല്ലാം കൂടെ കണ്ടില്ല. ഇപ്പോൾ ഒരാളവിടെ ഇരുന്ന് നിലത്തിരുന്ന് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഇതുകൊണ്ടാണ് നമ്മൾ പരമാവധി നല്ല വൃത്തിയുള്ള റൂമും കാര്യങ്ങളും എടുക്കുകയുള്ളൂ കേട്ടോ. അങ്ങനെ ഇവരുടെ കുരുത്തക്കേട് ചെയ്തിട്ട് ഇവർ ഇരിക്കുന്നുണ്ട്. ഞങ്ങളാണിവിടെ ഇത്രയും യാത്ര ചെയ്തതിൻ്റെ ക്ഷീണം കൊണ്ട് തണ്ടൽ നിവർത്തി ഒന്ന് കെടുക്കുക കേട്ടോ. സെറ്റ് ചെയ്യുമ്പോൾ തണ്ടലൊക്കെ വേദനിച്ച് ഒരുപാട് നേരം കുത്തിയിരുന്നതല്ലേ. അങ്ങനെ ഇത് ഇടയിലൊന്ന് കട്ട് ചെയ്ത് തരുന്നുണ്ട്. നമ്മുടെ കുട്ടിപ്പട്ടകളും ഭയങ്കര ബഹള പുറത്ത്, അതുകൊണ്ട് ഞാൻ കട്ട് ചെയ്താണ്. അങ്ങനെ ഞങ്ങൾ വന്ന് കുറച്ച് നേരം അവിടെ ഇരുന്ന് ഞങ്ങൾ ഉറങ്ങിയിട്ട് എല്ലാവരും ഒന്ന് ക്ഷീണമായിരുന്നു. യാത്ര പുലർച്ചെ 3 മണിയോട് കൂടിയിട്ട് നമ്മൾ കുന്നോളത്ത് പോകുന്നത് കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്ക് 1 മണി നമ്മളവിടെ എത്തുമ്പോൾ കുറച്ച് നേരമൊക്കെ നിർത്തി, പിള്ളേർ ടയേർഡാവണം അങ്ങനെ നിർത്തിയിട്ടൊക്കെയാണ് വന്നത്. അത് കഴിഞ്ഞ് ഞങ്ങളൊരു 5:30 എണീച്ചു, കുളിച്ചു. ഞാനൊരു അടുത്തൊരു അമ്പലത്തിൽ പോയി തൊഴാനും സാധനങ്ങൾ മേടിക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ വീട് പണിയും കാര്യങ്ങളൊക്കെ ആക്കാൻ നമുക്കൊന്ന് മേടിച്ച് സെറ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് മേടിക്കാൻ പൊങ്കാലയ്ക്കുള്ള സാധനങ്ങൾ മേടിക്കാൻ പോകുന്നത് കേട്ടോ. പിന്നെ നമ്മളെടുത്ത സ്ഥലത്ത് നമുക്ക് പൊങ്കാലയിടാനുള്ള എല്ലാ സൗകര്യങ്ങളും കാര്യങ്ങളുണ്ട് കേട്ടോ. അവിടെ ഇഷ്ടം വെച്ചിട്ടുണ്ട്, നമ്മുടെ പേരും കാര്യങ്ങളും ഇത് നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളിത് അമ്പലത്തിൽ പോയി തൊഴുതു, ഫുഡ് കഴിച്ചു. പിന്നെ എന്താ നമ്മളിത് തൊഴാനേ നമ്മൾ റൂമിലേക്ക് പോകാനുള്ള പരിപാടിയിലാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ എന്തോ ഒന്ന് കടിച്ചു, അപ്പോൾ നോക്കിയതാണ് കൊതു. അങ്ങനെ നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇനി രാത്രി ആകുമ്പോൾ വിശക്കുമോ എന്നുള്ള തൊയിലൊക്കെ ഇടും. വിശക്കുമോ എന്നുള്ള ഒരു പേടി കൊണ്ട് അവരെന്തൊക്കെയോ മേടിക്കുന്നുണ്ട് കേട്ടോ. ഉണ്ണോൾക്ക് മാത്രം സത്യത്തിൽ ഈ മേടിച്ച് കൊണ്ടതൊക്കെ അങ്ങനെ അവിടെ ഇരുന്നിട്ട് ഒന്നും അവർ കഴിച്ചില്ല. അവർ മേടിക്കാമെന്ന് മാത്രമല്ല, അവർക്ക് തിന്നണമെന്നൊന്നുമില്ല. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി തിരിച്ച് റൂമിലേക്ക് തന്നെ എത്തിയിട്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങൾ ഉറങ്ങാൻ പോവാണ്. ഇവർ ഇന്ന് TV കാണുന്നുണ്ട്. എന്താ വെച്ചാൽ ഒരു ഗുളിക കഴിക്കണതാണ് ഭയങ്കര ക്ഷീണമായിട്ട്. അപ്പോൾ ഗുളിക കഴിച്ചാൽ പെട്ടെന്ന് ഉറങ്ങും ചെയ്യും. പിന്നെ എനിക്ക് പെട്ടെന്ന് നേരെ വരുത്താലൊന്നും അറിയില്ല. അപ്പോൾ ഞാൻ അവരോട് ഞാൻ വേഗം ഉറങ്ങുകയാണ്, നാളെ അവർ നേരത്തെ എനിക്കുണ്ടെങ്കിൽ ഞാൻ ഉറങ്ങാൻ പോകാമെന്നൊക്കെ കേട്ടോ. അപ്പോൾ ഞാനിട്ട് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഫുഡൊക്കെ കഴിച്ച് വന്ന് റെസ്റ്റ് ചെയ്യാം കേട്ടോ. നമുക്ക് ക്യൂടെക്സ് ഇട്ട് തമ്മ സൂപ്പറായ പൊന്നിക്കോ ടെക്സ് ഇടുന്നത്. അപ്പം ഞാൻ എനിക്ക് ലൈറ്റ് കളർ ഇഷ്ടം കേട്ടോ. കാൽമിക്ക് ഡാർക്ക് കളർ ഇഷ്ടം, കൈമിക്ക് ലൈറ്റ് കളർ ഇഷ്ടം. പക്ഷേ പൊന്നിതാ മേടിച്ച് ആരെ നോക്കി ഹാപ്പിയാണോ? ശരിക്കും ഹാപ്പി ആട്ടെ, ശരിക്കും ഹാപ്പിയാണോ? നമുക്ക് സന്തോഷമായ. അങ്ങനെ കഴിഞ്ഞ കൊല്ലം നമുക്ക് തന്നെ ഇടാൻ പറ്റി. ഈ പ്രാവശ്യം ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹം ഉണ്ടാവും എന്ന് വിചാരിച്ച് ഉറങ്ങാൻ പോവാണ്. രാവിലെ എണീച്ച് പൊങ്കാല ഇടണം. ഭയങ്കര ഒരു ഹാപ്പിനെസ് ആട്ടോ ഈ ഒരു നിമിഷം എന്ന് പറഞ്ഞാൽ. ഭയങ്കര സന്തോഷമുള്ള നിമിഷമാണ്. ഇവരും ഭയങ്കര എൻജോയ്മെൻ്റാണ് പിള്ളേരൊക്കെ. അങ്ങനെ പൊങ്കാല ദിവസമാണ് കേട്ടോ ഇന്ന്. അപ്പം ഇന്ന് രാവിലെ എനിക്കും നമ്മുടെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കുണക്ക് കിടന്ന് ഉറങ്ങിട്ട്, കുളി കഴിഞ്ഞിട്ട് അതിട്ട് പതപ്പിന് കിടന്ന് ഉറങ്ങിട്ട് തണുത്തിട്ട് കഴിഞ്ഞിട്ട് എൻ്റെ കുളി കഴിഞ്ഞു. എൻ്റെ ഡ്രസ്സ് മാറിട്ട് കുളിക്കുമ്പോൾ മേക്കപ്പ് കഴിഞ്ഞിട്ട് നിർത്തിയിട്ട് കേട്ടോ. ഇനി ഡ്രസ്സ് മാറ്റിക്കണം. അപ്പം മേക്കപ്പ് തരാനായിട്ട് നമുക്ക് അതിനായിട്ട് എന്നോട് മേക്കപ്പ് കണ്ണെഴുതണം അല്ല അമ്മ. അമ്മ എഴുതാത്ത കാര്യം എഴുതാം. പൊന്നേച്ചോട് കണ്ണെഴുതി അമ്മയ്ക്ക് ഒറ്റയ്ക്ക് കണ്ണെഴുതാൻ അറിയില്ലേ? പൊന്നേച്ചി എഴുതി വലിയ മുണ്ടാ. ഇത്ര വലുത് വേണ്ടേ? എന്നെ വലുത് കൊണ്ട് പഠിച്ച ഷെബീൻ എത്രയ്ക്കില്ല. എന്നോട് അച്ഛൻ്റെ ഏറ്റവും ഉണ്ടല്ലേ. ഇതൊക്കെ ഇത് എടുത്ത് കൊടുത്താൽ ഇത്ര ഉണ്ടാവുള്ളൂ. ഇത് വലുതാ വീതിയുണ്ട്. ഒന്ന് തുമ്പിയതാട്ടോ, വേറെ ഒന്നല്ല. ഇവിടെ അലർജിയുടെ പ്രശ്നം. പിന്നെ വെള്ളേ ഇവങ്ങൾ പോകുമ്പോഴേ തലേദിവസം ഞങ്ങൾ കുണിക്കനെയും അവരുടെ ഡോക്ടറെ കാണിച്ച് ഒരുപാട് മരുന്നുകളും കൊണ്ടാണ് പോയത്. എന്താ വെച്ചാൽ കുണിക്കയ്ക്ക് തീരെ വയ്യ. ഭയങ്കരമായിട്ട് കഫം കെട്ടിയിട്ട് ന്യൂമോണിയ ആവുമോ എന്നുള്ള ടെൻഷനും കാരണം ഉണ്ടായിരുന്നു. എന്നാലും മരുന്നും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. തോരം കൊടുത്താൽ ഈ അലർജിയും കാര്യങ്ങളൊക്കെ കഫക്കെട്ട് ഭയങ്കരമായിട്ടുണ്ട് രണ്ടാൾക്കും. അങ്ങനെ നമ്മൾ പക്ഷെ പൊങ്കാലയ്ക്ക് നമ്മൾ ഒരു മാസം മുന്നേ നമ്മൾ റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് മുന്നോട്ട് വയ്യെങ്കിൽ നമ്മൾ ഡോക്ടറെ കാണിച്ച് മരുന്നൊക്കെ കൊണ്ട് വന്നത് കേട്ടോ. പിന്നെ നമ്മളിവിടെ കഴിഞ്ഞ പ്രാവശ്യം പൊങ്കാല ഇടുമ്പോൾ നമ്മൾ പറഞ്ഞത് ഈ പ്രാവശ്യം എനിക്ക് ആരോഗ്യ പ്രശ്നം കാര്യങ്ങളൊന്നും ഇല്ല, പൂർണ്ണ ആരോഗ്യത്തോടെ ഇരിക്കുകയാണെങ്കിൽ പൊങ്കാല ഇടാൻ തന്നെയായിട്ട് നേർന്നിട്ടായിരുന്നു കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ 3 ആളും നേർന്നിട്ടാണ്. പക്ഷേ ഇങ്ങനെ 2 ആൾക്കും
കാര്യം നമ്മൾ പൊങ്കാലിടാൻ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹത്തിലെല്ലാം പറ്റി അതൊരു ഭയങ്കര സന്തോഷമുണ്ടാകും. എന്ന് വെച്ചാൽ പൊങ്കാലിടാൻ പറ്റുകയെന്ന് പറയുന്നത് തന്നെ എനിക്ക് തോന്നുന്നു വലിയൊരു ഭാഗ്യമാണ്. ഒരുപാട് ആൾക്കാർക്ക് പറ്റാത്തൊരു കാര്യം നമുക്ക് പറ്റുമ്പോൾ അതില്ല. എനിക്കിന് ഇത്രയും വർഷം പറ്റിയില്ല. അപ്പോൾ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്, ഇടുന്നുണ്ട്. അപ്പോൾ ഇനിയും ഞാൻ നമ്മളോട് പറ്റുന്ന പോലെ നമ്മൾ പറഞ്ഞു തരാട്ടെ. പക്ഷേ പൊങ്കാലിടാകുമ്പോൾ നമ്മൾ ആദ്യമൊക്കെ വരുമ്പോൾ വലിയൊരു സംഭവമാണെന്നുള്ള പേടി. സംഭവം വെച്ച് വേറെ ഒന്നുമല്ല, കുറേ കാര്യങ്ങൾ ചെയ്യണം, കുറേ കാര്യം അങ്ങനെ ടെൻഷനാണ്. അവിടെ പോയി എന്താണ്ടാവുക അങ്ങനെയൊന്നും ടെൻഷനും കാരണമൊന്നും വേണ്ടട്ടോ. നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്ന കാര്യം. നമുക്ക് ഓരോ ട്രിപ്പ് നമുക്ക് ആ പൊങ്കാലിടാൻ പോകുമ്പോഴാണ് അതിൻ്റെ ഓരോ ടെക്നിക്കുകളും നമുക്ക് മനസ്സിലാക്കാൻ പറ്റട്ടോ. അപ്പോൾ നമുക്കത് കഴിഞ്ഞ പ്രാവശ്യം പോകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു അടുപ്പ് കത്തിക്കാൻ. ഈ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം അഞ്ഞേട്ടിന് കൂടിയിട്ടായിട്ട് പൊങ്കാലിടുമ്പോൾ അടുപ്പ് കത്തിക്കാണ്ട് കൂടുന്നത് എൻ്റെ പൊന്നിൻ്റെ കൂടെ നമുക്ക് അത്ര അങ്ങനെ ടെൻഷനായിരുന്നു. ഈ പ്രാവശ്യം സ്മൂത്തായിട്ടാണ് നമ്മളെല്ലാം കാര്യങ്ങളും ചെയ്യാൻ പറ്റി. അല്ലാതും എന്താ പറയുക, ആറ്റുകാല അമ്മയുടെ അനുഗ്രഹത്തോട് കൂടിയിട്ട് തന്നെയാണ്. എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. എന്താ ഉണ്ണോൾക്ക് വയ്യാണ്ടാവും, ഉണ്ണോൾക്ക് ചെയ്യാൻ ആ സമയമാകുമ്പോൾ മുടക്ക് വരുമോ എന്ന് വെച്ചാൽ ഉണ്ണോൾക്ക് അത്രയ്ക്ക് വയ്യായിരുന്നു. ഉണക്കിക്ക് അത്രയ്ക്ക് ഞാൻ സത്യം പറഞ്ഞാൽ ന്യൂമോണിയ ആവുമോ എന്നുള്ള പേടിയുണ്ടായിട്ടോ. അത്രയും കഫക്കെട്ടും ചുമയും ഭയങ്കര ഛർദിയൊക്കെ ആയിരുന്നു തലേദിവസം. പിന്നെ ഡോക്ടറെ കാണിച്ച് 2 ദിവസം മരുന്നൊക്കെ ചെന്നപ്പോഴാണ് കേട്ടോ അവർ ഈ ചാടി ചെടുക്കേണ്ടത്. അവരെ നമ്മൾ 2 ദിവസം ഇപ്പോൾ ഒരാഴ്ചത്തോളമായിട്ട് തലൊന്നും നനച്ച് കുളിക്കാനോ ഒന്നും അവർക്ക് പറ്റണില്ല കേട്ടോ. അവരെ കണ്ടാൽ കുളിച്ചിട്ട് ഡ്രസ്സ് മാറ്റിയതല്ല, തല കുളിപ്പിച്ചില്ല, മേല് മാത്രമാണ് കേട്ടോ കുളിപ്പിച്ചിട്ടുള്ള 3 എണ്ണത്തിനും. അപ്പോൾ ഇതേ കുളിക്കുമ്പോഴുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇടിച്ചിട്ട് ഞാനൊരു കോട്ടൻ്റെ ഒരു തുണി എടുത്ത് ഇങ്ങനെ തുടുപ്പ് അടിപ്പിക്കുക ചെയ്തതെന്ന് വെച്ചാൽ ഈ പൊങ്കാലയുടെ അവിടെ ഓൾറെഡി ചൂട് കാരണം അപ്പോൾ കുട്ടികൾക്ക് പട്ടുപാവാടി ഹെവി ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ആകുമ്പോൾ ഭയങ്കരമായിട്ട് ചൂടെടുക്കും കേട്ടോ. കുഞ്ഞുമക്കൾ പിന്നെ ഒരു ശീലക്കേടാവുന്ന പറഞ്ഞാൽ രണ്ടാക്കും കുണിക്കുമ്പോൾക്കും കാർത്തൂനും ഒരേപോലത്തെ കുഞ്ഞുടുപ്പടിച്ചിട്ട് ഒരേപോലത്തെ വെച്ചാൽ കാർത്തൂൻ്റെ അമ്മയുടെ ജാക്കറ്റിൻ്റെ കളറാണ് കാർത്തൂൻ്റെ ഉടുപ്പ്, കുണിക്കുമ്പോൾ അമ്മയുടെ ഡ്രസ്സിൻ്റെ കളറാണ് കുണിക്കുമ്പോൾ അമ്മയുടെ കുണിക്കുമ്പോളുടെ ഉടുപ്പ് കേട്ടോ. അങ്ങനെ പക്ഷെ നല്ല രസമുണ്ടായിരുന്നു അവരെ കാണാൻ. പക്ഷെ അവർക്കാണെങ്കിലും ഇത് ഭയങ്കര സോഫ്റ്റും കാര്യങ്ങളും അവർക്കൊരു വിഷയം ഉണ്ടായിരുന്നില്ല കേട്ടോ. കുറേ നേരം ഇട്ടൊക്കെ ആയിട്ട് അങ്ങനെ നമ്മൾ കാർത്തൂനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം എൻ്റെ മേക്കപ്പൊക്കെ കഴിഞ്ഞ് പൊന്നു വന്നു കേട്ടോ. അപ്പോൾ നമ്മളൊരു 150 രൂപയ്ക്ക് മേടിച്ച ഫാനാണ് കേട്ടോ നമ്മൾ ആ മുഖത്താക്കണത്. അത് പൊന്നു കുണുക്കൻ്റെയും കാർത്തുമേടെയാണ് കേട്ടോ. എന്ന് വെച്ചാൽ എങ്ങനെ അവർക്ക് തല വേർക്കുമ്പോൾ നമ്മൾ ചെയ്യാൻ വേണ്ടി മേടിച്ചതാണ് കേട്ടോ. 150 രൂപയാണ്. നെസ്റ്റോന്നാണ് മേടിച്ചത്. നല്ലതാണ്, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ നമ്മളിതേ മേക്കപ്പൊക്കെ ഏകദേശം ലാസ്റ്റ് ഘട്ടത്തിലേക്ക് എത്തി തുടങ്ങിയിട്ടാണ്. അപ്പോൾ ഇനി മേക്കപ്പ് ചെയ്യുന്നതിന് കുറേ നെഗറ്റീവ് പറയണ്ട. മേക്കപ്പ് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഇപ്പം നമ്മളെ ആരും വിളിച്ചിട്ടുണ്ട് നിങ്ങൾ ഇൻ്റർവ്യൂ ഒന്നും ചെയ്യരുത് അങ്ങനെയാണെങ്കിൽ. പക്ഷേ നമ്മുടെ സാഹചര്യം എങ്ങനെയാ വെച്ചാൽ നമുക്ക് അതുപോലെ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ അല്ലേ. നമ്മളത് ചെയ്യരുത് ഇത് ചെയ്യരുതാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ ചെയ്യേണ്ടി വരിക നമുക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പം ഇല്ല എന്നൊന്നും നമ്മൾ പറയണത് നമ്മുടെ സാഹചര്യത്തിനനുസരിച്ച്. അങ്ങനെ ഈ പൊന്നു ഞാനും അനിയനും കുണിക്കും നേരത്തെ കുളിച്ചിട്ട് പിന്നെ ഞങ്ങളെ കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പൊന്നിനോട് എഴുതിച്ചിട്ട് കാർത്ത് പൊന്നും കുളിച്ച് വന്നിട്ട്. അപ്പോഴേക്കും നമ്മൾ ഏകദേശം മേക്കപ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി പൊന്നിന് ഞാൻ പൊട്ടുകുത്തിയെടുത്ത് പൊന്നു എനിക്ക് പൊട്ടുകുത്തി തന്നോട്ടാ. അങ്ങനെ അപ്പോൾ ഇന്ന് ഈ ഒരു കളർ കുറേ നാളായിട്ട് എനിക്ക് ഒരു ആഗ്രഹം വയലറ്റ് ഇപ്പോൾ പാടാറ് മതി. ഞാൻ വയലറ്റ് ഇടാം. പക്ഷെ കഴിഞ്ഞ ദിവസം നീലയായിരുന്നു കേട്ടോ. ഞാൻ വീഡിയോ ഇപ്പോഴാണ് ഒരു നീലയായിരുന്നു. പക്ഷെ ഇത് വാടാറുമല്ലി, ഇത് കരിനീല കേട്ടാ. കരിനീല വയലറ്റ് എന്താ 2 വരപ്പോലും ഉണ്ടായിരുന്നു. ഏകദേശം നമ്മൾ സെറ്റ് കൊണ്ടൊക്കെ എനിക്ക് എന്താ കുറേ നാളായിട്ട് ഒരു വയലറ്റ് സാരിയൊക്കെ കൊടുക്കാൻ ഒരു ആഗ്രഹം. വയലറ്റ് തീരെ കൊടുക്കാത്തള. എനിക്ക് വാടാറമല്ലി കളർ അത്ര ഇഷ്ടമുള്ള ആളല്ല. പക്ഷെ പൊന്നിട്ട് നല്ല ഭംഗി. ഞാൻ പൊന്നിന് ഞാനും ചേട്ടൻ സെലക്ട് ചെയ്ത് കൊടുത്തത്. എനിക്ക് കുറച്ചായിട്ട് വാടാറമല്ലി കളർ ഇഷ്ടമില്ലാത്തൊരു വ്യക്തിയാണ്. പക്ഷെ അതിനോടും ഈ വയലറ്റോടും ഇഷ്ടമില്ലാത്ത കളറുകളായിരുന്നു. അപ്പോൾ ഈ 2 കളറിനോട് എന്തോ ഒരു ഇഷ്ടം തോന്നിയിട്ടാണ് ഈ പ്രാവശ്യം ഞാൻ പൊന്നു പറഞ്ഞ അമ്മ അത് വേണം അമ്മ. ഞാൻ ചെറിയ കരയുള്ള കരിമ്പച്ചൊക്കെ അവിടെ എടുത്തത്. പക്ഷെ ഞാൻ പറഞ്ഞു വേണ്ട പൊന്ന ഇത് എടുത്തു നോക്കും. പൊന്നിന് നല്ല ഭംഗിയുണ്ടാവും. സത്യത്തിൽ നല്ല ഭംഗിയുണ്ടായിരുന്നു. പൊന്നിന് ആ ഒരു കളർ നന്നായി പൊന്നിന് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ സിമ്പിളായിട്ടൊരു കരിമിനിമാല പോലത്തെ മാറിയും ഒരു ലോക്കറ്റായിട്ടുള്ളത് ഇട്ടു. പിന്നെ കയ്യിലെ കുപ്പിവെള്ളം ഇട്ടിട്ട് നമ്മുടെ കളറിന് ചിലവർ കുപ്പിവെള്ളം. പിന്നെ കമ്മൽ ഷോപ്പിൽ നിന്ന് എടുത്തുകൊണ്ട് വണ്ടിയിൽ വെച്ചു എടുക്കാൻ പറഞ്ഞു. എന്നിട്ട് ഷെബി പൊങ്കാല എന്നോടത്തേക്ക് പോയപ്പോൾ ഷെബി പോയിട്ട് കാറിൽ നിന്ന് എടുത്തു കൊടുന്നു കേട്ടോ. എനിക്കും എൻ്റെ പൊന്നൂരി ഞാൻ 2 കമ്മലും അവിടെ പെട്ടു കേട്ടോ. അങ്ങനെ നമ്മളിത് പൊന്നു എനിക്ക് ചെയ്തതിൻ്റെ പൊന്നിന് ഞാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ സഹകരിച്ച് കാര്യങ്ങൾ ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ. അത് അപ്പോഴേക്കും അതിനായിട്ട് നമ്മൾ ഓരോ ഡ്രസ്സുകൾ പാക്കിങ് കാര്യം ചെയ്തെന്ന് വെച്ചാൽ പൊങ്കാലൊക്കെ ഇടൽ കഴിയുമ്പോൾ ശേഷം നമുക്ക് ഇവിടുന്ന് നമ്മുടെ വീട്ടിലേക്ക് പോകണം. എന്ന് വെച്ചാൽ നമ്മുടെ വീടിൻ്റെ പണിയും കാരണം നടക്കണമെങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് അവിടെ എത്തിയേ പറ്റൂ. അങ്ങനത്തെ ഒരു സാഹചര്യമാണ്. അങ്ങനെ നമ്മുടെ പൊന്നു ഓടി നടന്ന് മേക്കപ്പ് ചെയ്യണം. അപ്പോൾ ഷെബി അവിടെ നിന്ന് വിളിക്കുന്നുണ്ട്. അപ്പോഴേക്കും അന്വേഷണം ഇവിടെ നിന്നുള്ള സാധനങ്ങളൊക്കെ അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാതും കൊണ്ടുവച്ചിട്ടുണ്ട്.
ഇനി നമുക്ക് പോകാൻ കേട്ടോ, പൊങ്കാല ഇടാൻ വേണ്ടി പോകാൻ വേണ്ട. നമ്മൾ തലേദിവസം എല്ലാം മേടിച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി പൊങ്കാല ഇടാൻ അടുത്തെല്ലാം പോകണമെന്ന് ആഗ്രഹമുള്ളവരോട് ഞാൻ പറയും, സിമ്പിളാണ്. നമുക്ക് വേണ്ട സാധനങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഒരു ബോക്സിൽ മേടിച്ചിട്ട്, അതായത് കുറച്ച് ഏലക്ക പൊടിച്ചിട്ട് ഒരു ബോക്സിൻ്റെ ഉള്ളിൽ കുഞ്ഞു കുഞ്ഞു കള്ളികളിൽ വയ്ക്കുക. പിന്നെ നാളികേരം ചെരുകി വരും കേട്ടോ, അവിടെ നിന്ന് കാശ് കൊടുത്താൽ അവിടെ തന്നെ നാളികേരം. പിന്നെ ഒരു നാളികേരം ഗണപതിക്ക് വയ്ക്കുക. പിന്നെ ഒരു 50 ഗ്രാം അവൽ, ഒരു 50 ഗ്രാം മലര്, പിന്നെ കുറച്ച് കുഞ്ഞ് പാക്കറ്റ് കൽക്കണ്ടം, പിന്നെ ഉണക്കമുന്തിരി, പിന്നെന്താ ഉണങ്ങല്ലരി, കുഞ്ഞ കാലാണെങ്കിൽ ഉണങ്ങല്ലരി, ശർക്കര, നെയ്യ്, എണ്ണ, തിരി, ചന്ദനത്തിരി, കൽപ്പൂരം, തീപ്പെട്ടി, പിന്നെന്താ ഇല, നമ്മളെ വാഴയില. ഇതുണ്ടെങ്കിൽ നമ്മൾ ഒരു കുഞ്ഞൊരു കലം മേടിച്ചുകൊണ്ട് പോകട്ടെ. പിന്നെ നമുക്ക് വണ്ടിയിലൊക്കെ പോകാൻ പറ്റുന്നവർക്കാണെങ്കിൽ നമ്മുടെ കൊതമ്പില്ലേ, അതൊക്കെ മുറിച്ച് കുഞ്ഞു കുഞ്ഞു പീസാക്കിയിട്ട് സഞ്ചിയിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് സുഖമായിട്ടാവും. അതൊക്കെ അവിടെ നിന്ന് മേടിക്കുന്നേക്കാളും നല്ലതായിട്ട് നമുക്ക് കൊണ്ടുപോയി അത് മനസ്സിലായി നമ്മൾ ഈ കൊല്ലം അവിടെ നിന്ന് മേടിക്കുക ചെയ്ത്. ഞാൻ അടുത്തോളം പോകുമ്പോൾ ഞാൻ ഇടണം, നമുക്കിത് ഇവിടെ നിന്ന് എടുത്ത് മുറിച്ച് കുഞ്ഞു കുഞ്ഞു പീസാക്കിയിട്ട് കൊണ്ടുപോകാൻ എളുപ്പം തന്നെ. എന്താ വെച്ചാൽ നമുക്ക് ഓരോരുത്തരിൽ നിന്ന് കാണുമ്പോഴാണ് ഓരോന്ന് അറിയുന്നത്. കേട്ടോ, ഇപ്പുറത്ത് ഒരു പച്ച സാരി എടുത്തിരിക്കുന്ന ചേച്ചിയുണ്ട്. ആ ചേച്ചി അങ്ങനെയൊക്കെ കൊടുത്തേക്കാം കേട്ടോ, കൊല്ലത്തുള്ള ഒരു ചേച്ചിയാണ്. അപ്പോൾ ആ ചേച്ചിയുടെ നിന്ന് നമുക്ക് നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ട്, ഇങ്ങനെ ചെയ്തോ അങ്ങനെ ചെയ്തോ എന്നൊക്കെ പറഞ്ഞു തന്നിട്ട്. അപ്പോൾ നമുക്ക് കുറേ എന്താ വെച്ചാൽ അവർക്ക് ഒരുപാട് വർഷങ്ങളായിട്ട് പൊങ്കാല ഇടുന്ന ആൾക്കാരാണ്, നമ്മളെക്കാളൊക്കെ എത്രയോ വയസ്സായ ആൾക്കാരാണ്. അപ്പോൾ അവർ പറയുന്ന ഓരോ കാര്യങ്ങളും നമുക്ക് ഓരോ പ്രാവശ്യം അറിയണത് അറിവ് തന്നെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ വന്ന വേഷമൊന്നും നമ്മൾ അത്ര പരിചയപ്പെടുത്തിപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ നമ്മൾ ആ ചേച്ചിയോട് ചോദിച്ചിട്ടാണ് ഓരോ കാര്യങ്ങൾ കഴിഞ്ഞ വരെ നമ്മൾ പൊങ്കാല ഇട്ടെങ്കിലും ഓരോ കാര്യങ്ങളും നമ്മൾ ആ ചേച്ചിയോട് ചോദിച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഇട്ടത്. പിന്നെ ചേച്ചി ഇങ്ങനെ നോക്കുന്നുണ്ട് എന്താണ് ഇവർ ചെയ്യണതെന്ന് വെച്ചാൽ നോക്കിയിട്ട് വീഡിയോ എടുക്കുന്ന കാര്യങ്ങളൊക്കെ കണ്ടിട്ടോ. ഞാൻ ഇപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ആ ചേച്ചി നോക്കണത് തന്നെ ശ്രദ്ധിക്കണത് കേട്ടോ. അങ്ങനെ നമ്മളിതേ പൊങ്കാലയുടെ കലത്തിൽ ചന്ദനം കുങ്കുമൊക്കെ തൊട്ട് പൂവൊക്കെ വെച്ച് ഇലകൊണ്ട് ഇങ്ങനെ മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ നമുക്ക് നാട്ടിൽ നിന്ന് കൊണ്ടുപോകണം. കാരണം ഒരു നാക്കിലേക്ക് അവിടെ 40 രൂപ കേട്ടോ അവിടെ നിന്ന് മേടിക്കുകയാണെങ്കിൽ. നമുക്കിതൊക്കെ നമ്മുടെ ഒരു കുഞ്ഞ് കവറിൽ ഇങ്ങനെ മടക്കി ചുരുട്ടി കൊണ്ടുപോകാവുന്ന കാര്യങ്ങളൊക്കെ ഉള്ളൂ കേട്ടോ. ചെറിയൊരു കുഞ്ഞ് നാക്കല് വേണം. പിന്നെ കണ്ടോ, നാക്കലിൽ നമ്മൾ അവില്, മലര്, കൽക്കണ്ടം, ഉണക്കമുന്തിരി, പഴം, ഒരു തേങ്ങ, അതാണ് കേട്ടോ നമ്മൾ ഈ ഇലയിൽ വെക്കുന്നത്. ഗണപതിക്ക് വെക്കാമെന്ന് അറിയില്ല, അതാണ് കേട്ടോ. നമുക്ക് ഇനി അടുത്ത കൊല്ലം പോകുമ്പോൾ ഞാൻ പൊന്നിട്ട് കൊണ്ട് നമ്മളിതൊക്കെ കുഞ്ഞു കുഞ്ഞു ബോക്സുകൾ സെറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് സുഖമാണെന്നുണ്ട്. പിന്നെ ഞങ്ങളിത് ഈ പൊങ്കാല ഇടുന്ന സ്ഥലം നല്ലൊരു സ്ഥലമാണ്. ഒരുപാട് വെയിലൊക്കെ നിങ്ങൾക്ക് കാണുമ്പോഴേ അറിയാം. ഒരുപാട് വെയിലോ കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് തണലത്തിൽ നിന്ന് ഇടാൻ പറ്റി. അത് തന്നെ നമുക്ക് വലിയൊരു ഭാഗ്യം എന്ന് വെച്ചാൽ അവിടെ നേരത്തൊക്കെ ഭയങ്കര വെയിലും കാര്യങ്ങൾ തന്നെയായിരുന്നു കേട്ടോ. പിന്നെ ഇതേ അനുവേട്ടനും ഇവർക്കൊക്കെ ഞാൻ കൂടുതൽ തൊട്ട് കൊടുത്തു, ഞങ്ങൾ തൊട്ട്. പക്ഷേ നമുക്ക് എന്താ പറയുക, കഴിഞ്ഞ കൊല്ലം പൊങ്കാല ഇട്ട് വന്നവർ ഒരുപാട് നമ്മൾ അറിയണ ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ ഇപ്രാവശ്യം ഏറ്റവും സ്പെഷ്യലായിട്ട് ഈ പ്രാവശ്യം വന്നതിലേക്ക് തോന്നിയത്, ആ ചേച്ചീൻ്റെ വീഡിയോ കാണുമെന്ന് അറിയില്ല. ആ ചേച്ചി ഞങ്ങൾ തലേദിവസം രാത്രി എത്തുമ്പോഴേ നമ്മൾ കണ്ടപ്പോൾ ചേച്ചീനോടാണ് എനിക്കൊന്ന് കെട്ടിപ്പിടിക്കണം. അപ്പോൾ ഞാൻ അയ്യോ ഞാൻ ഇപ്പോൾ വന്നിറങ്ങിയിട്ടുള്ളൂ. നമ്മൾ എത്രയും യാത്ര കഴിഞ്ഞ് വന്ന് ഇറങ്ങുമ്പോൾ നമ്മളെ കെട്ടിടുമ്പോൾ നമുക്കൊരു വിഷമം. നമ്മളെ കെട്ടിടും. ആ ചേച്ചി നമുക്ക് വേറെ ബുദ്ധിമുട്ടല്ല, ചേച്ചിക്ക് നമ്മൾ യാത്ര കഴിഞ്ഞ് വരില്ല അപ്പോൾ ചേച്ചിക്ക് കുഴപ്പമില്ല, ഞാൻ കെട്ടിപ്പിടിക്കിട്ടുണ്ട്. അങ്ങനെ ആ കെട്ടിപ്പിടിച്ചപ്പോൾ ഉണ്ടല്ലോ എനിക്ക് എന്താണെന്ന് പറയാം, എത്രയൊക്കെ ഞാൻ ആൾക്കാർ നെഗറ്റീവ് ഉണ്ടോ അങ്ങനെയുള്ള ഓരോ ചേച്ചിമാർ എന്നെ സപ്പോർട്ട് ചെയ്യുന്നിടത്തോളം എനിക്കതാണ് ഏറ്റവും വലിയ ഹാപ്പിനെസ്. ആ ചേച്ചിയോടൊപ്പം വന്ന് 3 ചേച്ചിമാർ, അവരോട് ഒത്തിരി പേരുണ്ടോ എന്ന് എനിക്കറിയാം. പക്ഷേ 3 ആളേക്ക് ഒരു പച്ച ജാക്കറ്റ് നല്ല രസമുണ്ട്. ആ ചേച്ചിയുടെ ഈ ചേച്ചീനും ആ ചേച്ചിനെ കാണാൻ എന്തൊരു ക്യൂട്ട്, എന്തൊരു രസമായിരുന്നു പറയാം അവരെ കാണാൻ. അവർ നമ്മുടെ വീഡിയോ കാണാനാണ് നമ്മളെ ഭയങ്കര ഇഷ്ടമാണെന്ന് പറയണേക്കാൾ ഉപരി അവർ നമ്മളോട് ഉള്ള പെരുമാറ്റം കാണുമ്പോഴേ അറിയാം. എനിക്ക് ഈ പ്രാവശ്യം കണ്ടതിൽ ഏറ്റവും സ്പെഷ്യലായിട്ട് തോന്നിയത് ഞങ്ങളിലേക്കാൾ ഒരു 10 ആൾക്കാർ അപ്പുറമാണ് കേട്ടോ ആ ചേച്ചിയൊക്കെ നിൽക്കുന്നത്. അപ്പോൾ ആ ചേച്ചിമാരല്ല ഒരുപാട് ആൾക്കാർ കഴിഞ്ഞ കൊല്ലത്ത് ഞങ്ങൾ വീഡിയോ കണ്ടിട്ടാണ് ഇവിടേക്ക് പൊങ്കാല ഇടാൻ വന്നതെന്ന് പറഞ്ഞു. നിങ്ങൾ പൊങ്കാല ഇടുന്നത് കണ്ടിട്ടാണ് ഞങ്ങൾ പൊങ്കാല അങ്ങനെ പറഞ്ഞു. അതും നമുക്ക് അല്ലേ, നമ്മളോണ്ട് ഒരു വീഡിയോയിൽ അങ്ങനെ ഒരാൾക്ക് ചെയ്യാൻ തോന്നിച്ചാൽ അത് ഏറ്റവും വലിയൊരു ഭാഗ്യമല്ലേ. അങ്ങനെ നമ്മളെ കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ കേട്ടോ. ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ പോയപ്പോൾ അവിടെയും ഒരുപാട് ആൾക്കാർ വന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ വന്ന് മിണ്ടി. പക്ഷേ മിണ്ടുന്ന ആൾക്കാരൊക്കെ ഞാൻ പറഞ്ഞ ഹൈ ലെവലുള്ള ആൾക്കാരുമാണ് കേട്ടോ. നമ്മളതിന് ഈ നെഗറ്റീവ് പറയുന്നത് ഇങ്ങനത്തെ ആൾക്കാർ നമുക്ക് ഏകദേശം ആലോചിച്ചാൽ മനസ്സിലാവുന്ന ഒരു കാര്യമുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ നമ്മുടെ പൊന്നും ഞാനൊക്കെ കൂടി എന്താ പറയുക, ഒരു സ്വപ്നം പോലെയാണ് ഇതൊക്കെ ഇപ്പോൾ തോന്നുന്നു. നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ തോന്നുന്നു ഒരു സ്വപ്നം പോലെ തോന്നുന്നു. എന്താ വെച്ചാൽ അത്രയും എന്താ പറയുക, ഇതിന് ഇത്രയും പ്രാധാന്യം നമുക്ക് ഓരോ പ്രാവശ്യം ഇടുമ്പോഴാണ് കേട്ടോ അതിനുള്ള ഇഷ്ടമാണ്. നമ്മൾ എല്ലാ പ്രാവശ്യം എനിക്ക് ഓർമ്മ വെച്ച പിന്നെ ഞാൻ ചിപ്പിയാണ് കേട്ടോ. ഇങ്ങനെ പൊങ്കാല ഇടുന്ന ടി വിയിൽ ചിപ്പീനെ കാണിക്കണവർക്ക് ചിപ്പി, കൽപ്പന,
അവനെയൊക്കെയാണ് ഞാൻ കൂടുതലും കാണുന്നത്. ഇപ്പോൾ അനുമോളും അവരൊക്കെ കാണാറുണ്ട് കേട്ടോ. പക്ഷേ കൂടുതൽ ഞാൻ ചിപ്പിനെയും കൽപ്പനേനെയും കണ്ടിട്ടാണ് കേട്ടോ എനിക്ക്. പിന്നെ ആനി അവരൊക്കെയാണ്. അപ്പോൾ ഒരു ഭാഗ്യം, ദൈവത്തിൻ്റെ ഒരു ഭാഗ്യം ഞങ്ങൾക്ക് ഉണ്ടെന്ന് തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലായി. എന്താ വെച്ചാൽ ഇതൊക്കെ ഇടാൻ പറ്റുക എന്ന് പറഞ്ഞാൽ വലിയൊരു അനുഗ്രഹം തന്നെയാണ്. ആ ഒരു അനുഗ്രഹം ഞങ്ങൾക്ക് ആറ്റുകാല അമ്മയുടെ ഉണ്ട് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. എന്താ പറയുക, എല്ലാം സത്യം പറയാലോ, അടുപ്പ് പണ്ട് അനിയൻ്റെ ഒരു കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ കത്തിച്ചായിരുന്നു. പക്ഷേ എനിക്കിപ്പോൾ ഒന്നും അതിനോട് അത്ര ടച്ച് ഇല്ല കേട്ടോ, അടുപ്പ് അധികം. പക്ഷേ നല്ല സ്മൂത്തായിട്ട് കാര്യങ്ങൾ ചെയ്യുക വെച്ചാൽ വളരെ കുറച്ച് സ്ഥലത്താണ് നമ്മൾ ഈ കത്തിക്കണത് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനാവും. കണ്ട ഒരു കുഴപ്പമില്ലാണ്ട് സുഖമായിട്ട് നമ്മൾ കുഞ്ഞൊരു കല, ഒരുപാട് ചെറുത് മേടിക്കരുത്. ഒരുപാട് ചെറുത് മേടിച്ചാൽ ഭയങ്കര എനിക്ക് തോന്നുന്നു ഇപ്രാവശ്യം ഞങ്ങളും പൊന്നു മേടിച്ച കല കുറച്ച് പാകമായിരുന്നു. അതുകൊണ്ട് തന്നെ കാക്കില അരി വീതാട്ടെ ഞാനും പൊന്നു വെച്ചത് ഇങ്ങനെ പൊങ്ങാനായിട്ട് പറയണത് വേറെ തന്നെ അടുത്ത പ്രാവശ്യം ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് വേണ്ടി ഞാൻ ഷെയർ ചെയ്യണമെന്നുള്ളൂ കേട്ടോ. പിന്നെ അവിടെ തന്നെ എനിക്ക് തോന്നുന്നു 50 രൂപ 60 രൂപ തോന്നുന്നു നാളികേരം ഒരെണ്ണം ചെരിക്കാൻ തുടങ്ങും. അപ്പോൾ അത് ഞാനും പൊന്നു ഷെയർ ചെയ്ത് കൊടുത്തു. അങ്ങനെ എന്താ പറയുക, എന്തോരം ആൾക്കാരാന്ന് പറയുമ്പോൾ പൊങ്കാലയിടാൻ വന്നിട്ട് എത്ര ആൾക്കാർ ചെന്നൈയിൽ നിന്ന് എന്തോ ഇവിടെ നിന്നൊക്കെ ബോംബെയിൽ നിന്ന് എന്തോരം ആൾക്കാരാണെന്നറിയോ, ഗൾഫിൽ നിന്ന് ബോംബെയിൽ നിന്ന്. പക്ഷേ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ പ്രാവശ്യം പൊങ്കാലയ്ക്ക് വന്ന മലേഷ്യയിലുള്ള ചേച്ചിമാർ ഇപ്രാവശ്യം ഞാൻ കണ്ടില്ല. ഇത് കഴിഞ്ഞ പ്രാവശ്യം ചേച്ചിമാരുണ്ടെങ്കിൽ ഇപ്രാവശ്യം ചേച്ചിമാർ വന്നില്ല എന്താ എന്നറിയില്ല. ആ ചേച്ചിമാരെ കാണാൻ പറ്റിയില്ല. അങ്ങനെ ഈ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം വന്നവരെ ഒരുപാട് ആൾക്കാർ കാണാൻ പറ്റി. പിന്നെ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ ഇപ്രാവശ്യം പൊങ്കാലിടാൻ വന്നു എന്ന് പറഞ്ഞു. അതൊക്കെ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട്. പിന്നെ അപ്പുറത്തുള്ള ചേച്ചി നമുക്ക് ഓരോന്ന് പറഞ്ഞു തരുന്നുണ്ട്, മോളെ ഇങ്ങനെ ചെയ്തോന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു തരുന്നുണ്ട്. അത് ഭയങ്കര ഒരു ഹെൽപ്പായതുകൊണ്ട് നമുക്ക് ആ ചേച്ചി ഭയങ്കര ഒരു ഹെൽപ്പ് തന്നെയായിരുന്നു. അങ്ങനെ നമ്മുടെ പായസം ഏകദേശം ഫൈനലിലേക്ക് എത്തിയത് പൊന്നിൻ്റെ ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പൊന്നിന് ഭയങ്കര ടെൻഷൻ. എന്താ വെച്ചാൽ ഈ അടുപ്പ് കത്തിക്കാറാത്തവർക്ക് ഭയങ്കര ടെൻഷനായിരിക്കും. എന്താ വെച്ചാൽ അടുപ്പ് കെടുവോ എന്നുള്ള പേടി ഭയങ്കരമായിരിക്കും. അപ്പോൾ ഞാൻ വലിയ പൊന്നു നീ ടെൻഷൻ അടിക്കേണ്ട, നീ സാവധാനം. അവൾക്ക് ഭയങ്കര ടെൻഷൻ കൂടുതലാണ്. അത് എനിക്കും കഴിഞ്ഞ പ്രാവശ്യം അടുപ്പ് കത്തിയുമ്പോൾ എനിക്കും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്ക് ഈ പ്രാവശ്യം അമ്മ ചെയ്യണ പോലെ ഞാനൊക്കെ ചെയ്തു നോക്കിയപ്പോൾ കറക്റ്റായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അവസാനം പനിനീരൊക്കെ കുഞ്ഞായൊക്കെ തെളിച്ചതിന് ശേഷം നമുക്ക് അടുപ്പിലോട്ട് പായസം പൂജിച്ചു കേട്ടോ. ഈ നമ്മുടെ പൊങ്കാലൊക്കെ അവസാനിച്ച ടൈമിലാണ് കുറച്ച് മീഡിയകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവരെ കുറച്ച് വീഡിയോയും കാര്യങ്ങളും എടുത്തു. അപ്പോൾ ഒത്തിരി സന്തോഷം. വീഡിയോയിൽ നെഗറ്റീവും പോസിറ്റീവായിട്ട് വരും, അതൊക്കെ അതിന് വേണ്ടി പോലെ എടുക്കാം. എന്തായി ഈ പ്രാവശ്യം നമുക്ക് പൊങ്കാല ഇടാൻ പറ്റി, എല്ലാം ഭംഗി പോലെ തന്നെ കഴിഞ്ഞു. അപ്പം കാത്തു മലം പോയപ്പോൾ ഞാൻ കാത്തുമ്മനെ കൊണ്ട് പോകുന്നു. അമ്മയ്ക്ക് അവിടെ ഇരിക്കട്ടാ, അതൊക്കെ ഒതുക്കിയിട്ട് ഞാൻ അമ്മ വരും. എനിക്ക് തോന്നുന്നു 1 മണിയൊക്കെ ആകുമ്പോഴാണ് സെറ്റ് കൊടുക്കുന്ന ആശയം റെഡിയാക്കി. ഞാൻ ഭയങ്കര ഹാപ്പിയാണോ എന്ന് വെച്ചാൽ ഞാൻ അത്ര ഹാപ്പിയാണ്. നമ്മളപ്പുറത്തേക്കുന്ന അമ്മമ്മോട് ഇങ്ങനെ ഞാൻ വർത്താനൊക്കെ പറയായിരുന്നു. അപ്പം അമ്മ പറഞ്ഞ് വരാനായിട്ട് എനിക്ക് ഭയങ്കര ഫീലടിച്ച് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഞാൻ മറ്റാനെ കല്യാണം കഴിച്ചാൽ നിങ്ങൾ എൻ്റെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളൊക്കെ ഇത്രയും ദൂരെ വന്നിട്ട് സാധിക്കാൻ പറ്റുന്ന എനിക്ക് തോന്നണില്ല. ഞാൻ എന്താഗ്രഹം പറഞ്ഞാൽ എനിക്ക് സാധിച്ച എൻ്റെ ഒരു വ്യക്തി എൻ്റെ വീട്ടിലപ്പോൾ ഞാൻ ഇന്ന് പൊങ്കാലയിട്ട് ഞാൻ ആദ്യം പ്രാർത്ഥിച്ചത് ഈ ലൈഫ് മൊത്തം എൻ്റെ ഈ ജന്മം തീരുന്ന വരയ്ക്ക് എൻ്റെ കൂടെ എൻ്റെ കെട്ടിയുണ്ടാവട്ടെ എന്നാണ് സത്യം. അങ്ങനെ നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് എത്തിയിട്ട് രാധിക്ക് അതിന് പുലർച്ചെ 3 മണിക്ക് ഞാൻ ഇവിടുന്ന് പോയത് പുലർച്ചെ 3 മണിക്ക് തന്നെ പുലർച്ചെ നമ്മൾ തിരിച്ചെത്തിയിട്ട്. അപ്പോൾ നമ്മുടെ പണി ഏകദേശം എന്തൊക്കെയാണെന്നുള്ളത് അടുക്കളയത്ത് നോക്കി കണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് അടുക്കള അല്ലെ ഏകദേശം നമ്മുടെ അടുക്കള ഈ ഒരു ലുക്കാണ്. പക്ഷേ അടുക്കള നിറച്ച് പൊടിയും കാര്യങ്ങളൊക്കെ എന്താണ് കളറെന്ന് പോലും മനസ്സിലാവാത്ത ഒരു സാഹചര്യം ഉണ്ടാകും. ഫുള്ളും പൊടിയാണ് കേട്ടോ. എന്നാലും അങ്ങനെ എന്തായാലും നമ്മുടെ വീടിന്റെ പണിയും കാര്യങ്ങളൊക്കെ എൻ്റെ പണി 3/4 ഭാഗം ഒതുങ്ങി കെട്ടിയിട്ടുണ്ട്. ഒന്ന് ഒതുങ്ങിയുണ്ട്, എന്നാലും ഞാൻ ഒതുങ്ങാൻ ഇനിയുണ്ട്. നാശാവുന്നില്ല. ആ ഫോൺ ഒന്നാവില്ല. അത് അലുമിനിയ അതടച്ചോ? അതെന്തിന്റെ എനിക്കൊരു ഓർമ്മ ഉണ്ടായിരുന്നു, മറന്നത്. പിന്നെ നീ പറ. അപ്പൊ ചെറിയൊരു ഭാഗം ഞാൻ ഓടിച്ചു കാണിച്ചു കൊടുത്തു വീട്. ഇനി ബാക്കി ഇനിയുണ്ട് പണി, ഇനിയും കഴിയാനുണ്ട്. അപ്പോൾ ഒരു കമൻറ്റ് കണ്ടു. അതായത് ഈ സാധാ ഫാമിലിയിലുള്ളവരൊന്നും വീട്
ഞാൻ കാശ് ചിലവാക്കണോണ്ട് എനിക്ക് താല്പര്യമില്ല, പലിശയ്ക്ക് കാശ് എടുത്തിട്ട് ചെയ്യണോണ്ട് താല്പര്യമില്ല എന്നുള്ളൊരു ഇതായിട്ടാ. ഇതൊന്ന് കുറച്ചാട്ടാ മതിനെതിനെ കാണിച്ചിട്ടാ. അപ്പോൾ നമ്മൾ കുറ്റം പറയണതല്ല, നമ്മൾ ചെയ്തതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഞാൻ പറയണത്, ഈ വീടും ഞാൻ പറയണത് 18 വർഷത്തോളം പഴക്കമുണ്ട് നമ്മുടെ ഈ താമസിക്കുന്ന വീടിന്. അപ്പോൾ ഈ 18 വർഷം മുന്നേ ഈ വീട് പറയുമ്പോൾ നമ്മൾ തിരുവനന്തപുരത്ത് ഹോസ്പിറ്റലൈസ് ആയിട്ട് അവിടെ ആയിരുന്നു. അപ്പോൾ അവിടെയുള്ള സമയത്ത് നമ്മുടെ മെയിൻ വാർപ്പ് കഴിഞ്ഞതിന് ശേഷം, ഈ വാർപ്പ് കഴിഞ്ഞതിന് ശേഷം ഒരു പരിക്കിടുക എന്നുള്ളൊരു പരിപാടി ഉണ്ടായിരുന്നു. പക്ഷേ നമുക്ക് അപ്പോഴത്തെ സാമ്പത്തികം ആലോചിച്ചറിയില്ല, സാമ്പത്തികത്തിൻ്റെ പ്രശ്നം. നമ്മൾ ഹോസ്പിറ്റലൈസ് കഴിഞ്ഞപ്പോൾ നമ്മുടെ സാമ്പത്തികം ഭയങ്കരമായിട്ട് ഞെരക്കന്നെയായിരുന്നു. വീടിൻ്റെ തേപ്പ് വാർപ്പ് മാത്രം കഴിഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ബാക്കി ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് വന്നതിന് ശേഷം ലോൺ എടുത്തിട്ടൊക്കെയാണ് തേപ്പും കാര്യങ്ങളും കുറച്ച് പണികളൊക്കെ അയച്ചിട്ടുണ്ട്. പിന്നെ എന്നിട്ട് ഗൾഫിൽ വിളിച്ചത് 1 വർഷത്തോളം അതിനാണ്ട് ജോലി ഇല്ലാണ്ട് തിരുവനന്തപുരത്ത് നിൽക്കേണ്ട ഒരു അവസ്ഥ വന്നു. അപ്പോൾ നമുക്ക് വരുമാനം കാര്യമൊന്നും ഇല്ലാണ്ട്, അപ്പോൾ നമുക്കറിയാലോ. അപ്പോൾ നമുക്ക് വീടിൻ്റെ മുകളിൽ പരിക്കിടാൻ പറ്റിയില്ല. അതിന് ശേഷം നമ്മുടെ വീടിന് ചെറുതായിട്ട് ലീക്ക് ഉണ്ട്. ചേമ്പരുമ്പോൾ ഇങ്ങനെ വെള്ളം, മഴക്കാലം ആകുമ്പോൾ ഇങ്ങനെ ചേമ്പരുമ്പോൾ ഇങ്ങനെ വെള്ളം വരും. അപ്പോൾ നമ്മളതിൻ്റെ ശേഷം ഒരു 1.5 വർഷം കഴിഞ്ഞപ്പോൾ നമ്മളെ സതീശേട്ടൻ പരിക്കിട്ടത് മുകളിൽ പരിക്കിട്ടു. പക്ഷെ നമ്മൾ അപ്പം ഇടേണ്ട സമയത്ത് ഇടാണ്ട് പിന്നെ എന്തിട്ടിട്ടും വെള്ളം കാര്യമില്ല. പിന്നെ അതൊക്കെ പൊടിഞ്ഞ് പോവുള്ളൂ, ഇങ്ങനെ അടർന്ന് പോവുള്ളൂ. നമ്മൾ പരിക്കിട്ടെങ്കിലും നമുക്കത് പറ്റിയില്ല. പറ്റിയില്ല വെച്ചാൽ ഫുള്ള് ഇടാൻ പറ്റില്ല. അപ്പോഴേക്കും പരിക്കനൊക്കെ കുറച്ചിട്ട് നിൽക്കുമ്പോഴാണ് മഴ പെയ്തത്. പകുതി ഇട്ടിട്ട് പകുതി ഇടാൻ പറ്റിയത്. ആ പരിക്കൻ കൊണ്ടുവരുന്ന താഴത്ത് നമ്മൾ ചുവന്ന ഇത് ഇട്ടില്ലേ നിലത്ത് കുറച്ച് അത്. അപ്പം അന്ന് ഇടാന്ന് വെച്ചിട്ട് ഒക്കെ കഴിച്ച സമയത്ത് മഴക്കാലം എല്ലാത്തടത്തും അന്ന് മഴ പെയ്തു. നമ്മുടെ കഷ്ടകാലത്തിൽ അപ്പം ആ പരിക്കെടുത്ത് താഴത്ത് ഇവിടെ കുറച്ച് ടാർപ്പായ ഉണ്ടായിരുന്നു, അവിടെ ഇട്ടിട്ട് അവർ പൂവ് വെച്ചിട്ട്. അപ്പോൾ പിന്നെ നമുക്കിടാൻ നമ്മുടെ കയ്യിൽ അപ്പോൾ ഒരു കാശോ കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ അന്ന് ഇട്ടില്ല. വീട് ലീക്കും കാര്യങ്ങളൊക്കെ അറിയാലോ. ഞാനെപ്പോഴും എൻ്റെ പണ്ടത്തെ വീഡിയോയിൽ ബെഡ്റൂമിൻ്റെ ചെമ്മരൊക്കെ നോക്കിയാൽ ലീക്ക് ഇപ്പോഴും നിങ്ങൾക്ക് കാണാത്ത ഞങ്ങൾ അതുപോലത്തെ ഒരു കളർ അടിച്ചിട്ടാണ് തന്നെ, കറുപ്പും ഒരു സിൽവർ അടിച്ചിട്ട്. അപ്പോൾ ഈ കറുപ്പും ഒരു വൈറ്റും കളറിലാണ് പൂപ്പൽ വരിക. അത് കറുപ്പ് സിൽവർ ആയിക്കാൻ പുറത്തേക്ക് കാണണം. നമ്മൾ അതുപോലെ പെയിൻ്റ് അടിച്ച് കൊടുത്താലാണ് കാണാത്തത്. പണ്ടത്തെ നമ്മുടെ വീഡിയോ എടുത്ത് നോക്കിയാൽ ഞങ്ങളുടെ ബെഡ്റൂമിൻ്റെ ഒരു അവസ്ഥ നിങ്ങൾക്ക് അറിയാം, ലീക്കും കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ നമ്മുടെ വീണ്ടും ഓരോ സൈഡിന് ചെറുതായിട്ട് ഇങ്ങനെ എന്താ പറയുക ഗ്രില്ലിൻ്റെ ആവശ്യമൊക്കെ ഇരുന്ന് തുടങ്ങി. എന്നിട്ട് ഗ്രില്ലെടുത്തു, നമ്മൾ കട്ട് ചെയ്തിട്ട് ഗ്രില്ലിങ്ങനെ ഇരുന്നപ്പോൾ ഗ്രില്ല് വളഞ്ഞു, ഉള്ളിലേക്ക് വട്ടച്ചു. അപ്പോൾ ഗ്രില്ലെടുത്തു, അതിൻ്റെ കട്ട് ചെയ്ത് വീണ്ടും വെക്കുകയൊക്കെ ചെയ്തിട്ടത്. അപ്പോൾ നമ്മൾക്ക് ഈ വീട് ഇനി ഒരു 1, 2, 3 വർഷം കഴിഞ്ഞുമ്പോഴേക്കും വീടിൻ്റെ പണി അങ്ങോട്ട് തീരും. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ വീടിൻ്റെ പണി അങ്ങോട്ട് പൂർണ്ണമായിട്ട് തീർന്നു കഴിഞ്ഞ് പിന്നെ അത് പുതുക്കെ നമ്മളോട് താങ്ങില്ല. അപ്പൊ നമുക്ക് ഇതിന്റെ ഇരട്ടി കാശല്ലോ. ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, ഈ കമന്റ് ഇട്ട ചേച്ചിയോട്, നിങ്ങൾ പലിശയ്ക്ക് മേടിച്ചിട്ട് എന്തെന്നായാലും നിങ്ങളുടെ വീട് ഇരുന്ന് ഇരിക്കുക അല്ലെങ്കിൽ കിടക്കുക എന്തെങ്കിലും ആയിട്ട് നാശമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ആപത്ത് വരണതാണോ നിങ്ങൾ പലിശയ്ക്ക് മേടിച്ചിട്ട്? അതിനോട് എല്ലാം കൊല്ലം മഴക്കാലം ആകുമ്പോൾ പേടിയൊന്നും അടക്കള വശം ഇരിക്കോ തലയ്ക്ക് വീഴുമോ എന്നുള്ള പേടി എല്ലാം കൊല്ലം ഉണ്ട് കേട്ടോ. എന്തായാലും തെറ്റാണെങ്കിൽ അത് ക്ഷമിക്കുക. എല്ലാം കൊല്ലം ഞാനുള്ള ടെൻഷനാണ്, അടക്കള വശം വീഴുമോ. ഞാൻ പറഞ്ഞില്ല വീട്ടിൽ നിങ്ങൾ പേടിക്കണ്ട. അല്ലാണ്ട് നല്ലൊരു മഴ സൗകര്യമുള്ളവർക്ക് പലിശയ്ക്കൊന്നും പേടിക്കേണ്ടി വരില്ല. നമുക്ക് സൗകര്യം നമ്മൾ സാധാരണക്കല്ല, നമുക്ക് അത് എന്തെങ്കിലും ചെയ്യാം എന്നുള്ളത് നിனைക്കണം. പിന്നെ നമ്മൾ ചെയ്തതിൻ്റെ മെയിൻ പോയിന്റ് ഞാൻ പറയട്ടെ, ഒരു 5-6 വർഷം കൂടി കഴിഞ്ഞു നമ്മുടെ വീട് നല്ലോണം ഇടിഞ്ഞ് പൊളിഞ്ഞു, മഴയും കാര്യങ്ങളൊക്കെ കൊണ്ട് നാശമായി. അതിന് ശേഷം നമ്മൾക്ക് സാമ്പത്തികമായിട്ട് നമുക്ക് ചെയ്യാനുമില്ല, നമ്മൾക്ക് ഒന്നിനും പറ്റാത്തൊരു സാഹചര്യത്തിൽ നമ്മൾ 2 കുഞ്ഞു മക്കൾ, നമുക്ക് പഞ്ചായത്തിന് എന്തെങ്കിലും അവിടെ എനിക്ക് എന്തെങ്കിലും വന്നു പോയി, ആ 2 കുഞ്ഞു മക്കൾ അവരുടെ വേറെ ആരും കൊണ്ടുപോകില്ല, അവർക്കുള്ള വീടാണ് ഇല്ലേ. അവർക്ക് ഇനി ഒരു 10, 20, 22 വർഷം ഈ വീട്ടിൽ 2 ആൾക്ക് ജീവിക്കണം, കൊടുക്കലും കുണിക്കുമ്പോഴേക്കില്ലേ. അപ്പോൾ ആ 22 വർഷം അവർക്ക് ഈ വീട് പിടിഞ്ഞ് പൊളിഞ്ഞ് വീണു. ഞങ്ങൾക്ക് എന്ത് ആര് ചെയ്തു കൊടുക്കാൻ, പിന്നെ ആരെൻ്റെ മക്കളെ നോക്കുക. ഞങ്ങൾ ചെയ്യണത് എന്തുകൊണ്ടാണെന്ന് നിങ്ങളൊന്ന് ആലോചിക്കണം. ഞങ്ങൾ ചെയ്യണത് ഞങ്ങളുടെ ഇഷ്ടം കൊണ്ട് മാത്രമല്ല, ഞങ്ങൾ അവരേനും കൂടി ആലോചിച്ചിട്ടാണ്. അത് ഇനിയിപ്പോൾ നെഗറ്റീവ് പറയണവരത് നെഗറ്റീവ് തന്നെ പറയാം, അതൊക്കെ അറിയാം. അതൊരു തരം ആൾക്കാരുണ്ട് അതിനെ പറ്റി പറയും. ഞങ്ങൾക്ക് ഒരു 3 കല്ല് കൂട്ടിയിട്ട് അടുപ്പുണ്ടാക്കിയ പോലെ അതും വരും, നെഗറ്റീവ് വരും. പക്ഷെ നമുക്ക് നമ്മുടേതായ ജീവിതത്തിൽ അപ്പോൾ അടക്കള ഇങ്ങനെ മോഡേൺ കിച്ചണാക്കിയിട്ടോ അടക്കള. അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുക്കിംഗ് വീഡിയോ കാര്യങ്ങളാണ് നമ്മുടെ മെയിനായിട്ട് നമ്മുടെ ചാനലുണ്ട്. രാവിലെ എനിക്ക് നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് കൂടുതൽ എടുക്കുന്ന സ്ഥലം അടക്കളയാണ്. അപ്പോൾ അടക്കള ഒന്ന് ഭംഗിയാക്കി, അത് നമ്മൾ വിചാരിച്ച പോലെ അല്ലേ, ഞങ്ങൾ ഇങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല. ജസ്റ്റ് ആ ചേമ്പ് തട്ട ഷെൽഫ് വയ്ക്കും ഇങ്ങനെ വിചാരിച്ചുള്ളൂ. പക്ഷെ അത്
നിങ്ങൾക്ക് അതായത് കുറച്ച് ആർഭാടായിട്ട് തോന്നി ഇപ്പോൾ എന്താ വെച്ചാ ഭംഗിയായിന്ന് അല്ലാണ്ട് ഞങ്ങളിതൊന്നും ചിന്തിച്ചിട്ടില്ല, ആഗ്രഹിച്ചിട്ടില്ല. പിന്നെ ഷെബിയുടെ കൂട്ടുകാരാണ് ഇത് ചെയ്യണത്. അപ്പോൾ അവനോട് ഇവൻ പോയിട്ട് അത് അങ്ങനെ ചെയ്തിട്ടോട്ടെ, ഇങ്ങനെ ചെയ്തിട്ടോ, വൃത്തിയായിക്കോട്ടെ. അപ്പോൾ ഇത് ചെയ്ത് വരുമ്പോഴാണ് ഞങ്ങൾ കണ്ടിട്ട് ഞങ്ങൾ കണ്ണ് തുറക്കണത്, ഇങ്ങനെ ചെയ്തല്ലോ എന്ന്. അപ്പം പിന്നെ വിചാരിച്ചു നമ്മൾ എന്താ വെച്ചാൽ ഇനിയിപ്പോൾ എനിക്ക് ഒരു 10-20 വർഷത്തേക്ക് വീണ്ടും വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് ദൈവത്തിൻ്റെ അനുഭവത്തിൽ. പിന്നെ വലിയ ഭൂമി കുലുക്കും ചുഴലിക്കാറ്റും സുനാമിയൊക്കെ വന്നാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അല്ലാണ്ട് നോർമൽ കാലം പോലെ മഴക്കാലം വെയിലൊക്കെ വന്നാൽ ഈ വീണ്ടും വേറെ കുഴപ്പങ്ങളൊന്നും എന്താ വെച്ചാൽ വീണ്ടും ചുറ്റും ഞാൻ ഷീറ്റിട്ട് വീടും മഴ കൊള്ളാത്ത പോലെ ആക്കി. അതാണ് ഏറ്റവും ആദ്യമായിട്ട് ഞാൻ ചെയ്ത വീട് മഴ ഇനി കൊണ്ടുകഴിഞ്ഞാൽ ഇനി ഒരുപാട് വർഷം ഈ വീട് നിൽക്കില്ല എന്ന് ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ വീട് സെറ്റ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് പലർക്കും പല അഭിപ്രായങ്ങളുണ്ടെങ്കിലും ഞങ്ങൾ ചെയ്യാനുള്ള കാരണം ഇതാണ്. ഇനിയിപ്പോൾ ഞാൻ കുണിക്ക് ഒരുപാടൊന്നുമില്ല കേട്ടോ. ഞങ്ങൾ രണ്ടാളുടെ പേർക്ക് ഒരേ LIC ഉണ്ട്. അത് എൻ്റെ LICയുടെ നോമിനി കുണുക്കുമ്പോനും എൻ്റെ LICയുടെ നോമിനി കുണിക്കുമ്പോഴും. അപ്പോൾ അത് പറ്റണ പോലെ ഞങ്ങൾ അടച്ച് അത് അവർക്കായിട്ട് സേവ് ചെയ്ത് ഇനി അവരെ പഠിപ്പിക്കുക, അവർക്കുള്ള ഫുഡ്, അവരുടെ കാര്യങ്ങൾ. അത് നമ്മുടെ യൂട്യൂബ് അല്ലെങ്കിൽ ഞങ്ങളൊരു ചായക്കട എന്തെങ്കിലും നടത്തിയാലും അവരെ അന്നത്തെ കാര്യങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. അപ്പോൾ വീട് ഓക്കെയാണ്. അവരെക്കുള്ള നാളേക്ക് ഒരുപാടൊന്നുമില്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ തുക കിട്ടാനുള്ളത് ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾക്ക് എന്ത് പറ്റുന്നത് ഈ വീട് രണ്ടാൾക്കുള്ളതാണല്ലോ അല്ലേ കേട്ടാ. അപ്പോൾ ഒന്നും പറ്റില്ല. അത് നമ്മൾ മുൻകൂട്ടി കാണണം. എന്താ വെച്ചാൽ കാണണം. നാളെ എന്തെങ്കിലും വന്നു പോയിട്ട് എൻ്റെ കുഞ്ഞ് 2 മക്കൾ ഇടിഞ്ഞു പൊളിഞ്ഞ് വീടിൻ്റെ ഉള്ളിൽ എടുക്കാനുമ്പോൾ അതാരൊക്കെ വേദനിക്കുക എനിക്ക് തന്നെയാണ്. അപ്പോൾ അവർ ജീവിക്കുമ്പോൾ നല്ല വൃത്തിയുള്ള സ്ഥലത്ത് എനിക്ക് നിർബന്ധമാണ് എൻ്റെ മക്കൾ നല്ല ക്ലീനായിട്ട് വൃത്തിയുള്ള സ്ഥലത്ത് ജീവിക്കണം. പിന്നെ ഞാൻ ചില വീടുകൾ നമ്മൾ ഓരോ ശാസ്ത്രത്തിലാണ് പെയിൻ്റ് അടിക്കാണ്ട് അവിടെ ഒരു നെഗറ്റീവാണ് അല്ലേ. ചില വീടുകളാണ് കേട്ടോ കാണുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് ഒരു നെഗറ്റീവ് ഉള്ളവരായാലും അങ്ങനെ പെയിൻ്റ് അടിക്കാണ്ട് കാരണം. പക്ഷേ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് എൻ്റെ വീഡിയോ 4 വർഷം മുന്നേ എൻ്റെ വീഡിയോ എടുത്ത് നോക്കിയാലും എൻ്റെ വീട് എങ്ങനെയായിരുന്നു എന്ന് പറയാം. അന്നൊന്നും ആർക്കൊരു വിഷമം ഉണ്ടായിരുന്നില്ല അല്ലേ. ഇന്നിപ്പോൾ ഞങ്ങളുടെ വീട് കുറച്ച് നന്നായപ്പോഴാണ് ഞങ്ങൾക്ക് ഇല്ലാത്ത കുറ്റങ്ങളില്ല അല്ലേ. അപ്പോൾ ഞാൻ പറയട്ടെ ആനുവായിട്ട് ഗൾഫിൽ നിന്ന് വന്നതിന് ശേഷം ഉണ്ടായിരുന്നു. അച്ഛൻ വന്നപ്പോഴാണല്ലോ പൊന്നോ കൊല്ലത്തിൽ പെയിൻ്റ് അടിച്ച് വീട് ക്ലീനാക്കിയിട്ട് ഇന്നില്ല. കുണുക്കമ്പോ ജയിച്ചതിന് ശേഷം അച്ഛൻ പെയിൻ്റ് അടി ആദ്യം നടത്തിയത്. കുണുക്കന്മാരെ 90-ന് അതിനായിട്ട് ഗൾഫിൽ നിന്ന് വന്ന സമയത്തല്ല കുണുക്കൻ്റെ 90-നാണ് ആദ്യം പെയിൻ്റ്. പിന്നെ നമ്മൾ കൂടി പരമാവധി ഹെൽപ്പ് ചെയ്തിട്ട് കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ പെയിൻ്റ് അടിക്കാൻ ഒരാളെ വിളിക്കുമ്പോൾ നമ്മൾ പരമാവധി എല്ലാ കാര്യങ്ങളും നമ്മളോട് പണിയെടുക്കുക. രാവിലെ വന്നിട്ട് നമ്മളിതിനുള്ളിലുണ്ട് ഹെൽപ്പ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളോട് പറ്റണ പോലെയൊക്കെ. അപ്പോൾ ഇതിൽ പലർക്കും നെഗറ്റീവായിട്ട് തോന്നും. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ച് ഇത് ഞങ്ങൾക്കൊരു ആവശ്യമാണ്. പറഞ്ഞില്ലേ കയ്യിൽ കാശുണ്ടായിട്ടൊന്നുമല്ല ഉള്ളത് പറയല്ലോ. അതോ അപ്പം വെച്ചിട്ടൊന്നുമില്ല ഞങ്ങൾക്ക് ആരും കൊടുന്നു തരും വേണ്ട. പക്ഷേ നമ്മൾ പറയട്ടെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യണം. പിന്നെ ഇപ്പം ഞങ്ങൾ ഓക്കെ എന്ന് വെച്ചാൽ കുണുക്കിയും ഹാപ്പി ആയിട്ട് അവർക്കൊരു നല്ലൊരു വീടായി ഇല്ലേട്ടാ. അതാണ് ഞാൻ മെയിനായിട്ട് എൻ്റെ നമുക്ക് എനിക്ക് ആഗ്രഹം ഉണ്ട് കേട്ടോ. ഉള്ള കാര്യം പറയാലോ. ഞാനിപ്പോൾ ഈ പറഞ്ഞ പോലെ വലിയതിൻ്റെ മുകളിൽ ആഗ്രഹിക്കില്ല. ഉള്ളത് വൃത്തിയിലും വെടുപ്പിൽ കിടക്കണം എന്നൊക്കെ ചെറിയ ആഗ്രഹമല്ല വലിയ ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. അപ്പം അത് ഏകദേശമൊക്കെ ആ ലെവലിലേക്ക് ആയിരുന്നു. ഞാൻ എപ്പോഴും പെയിൻ്റ് അടിച്ച് വീട് ക്ലീനായി വൃത്തിയായി ഇങ്ങനെ വരുമ്പോൾ ചെളി സ്വിച്ച് ബോർഡിൻ്റെ അവിടെ ചെളി ഇതൊന്നും തന്നെ എൻ്റെ ഇഷ്ടം. റൂമെല്ലാം ഞങ്ങളൊന്ന് പെയിൻ്റ് അടിച്ചൊരു കൂട്ടുകാർ അതാണ് ഞാൻ എപ്പോഴും വീട് നല്ല പോസിറ്റീവായിട്ട് ഇങ്ങനെ പെയിൻ്റ് അടിച്ച് ക്ലീനായിട്ടാണ്. അപ്പോൾ അത് ഓരോരുത്തരുടെ ഒരു ഇതാണ്. അന്നേട്ട് സത്യം നാട്ടിൽ നിന്നതിന് ശേഷം കുണുക്കമ്മ ജയിച്ചതിന് ശേഷം എല്ലാ കൊല്ലം പെയിൻ്റ് അടിച്ചിട്ട് തോന്നുന്നുണ്ട് അല്ലേ. കുണുക്കുമ്പോൾ ജയിച്ചതിന് ശേഷം മിക്ക കൊല്ലം അതിനായിട്ട് പെയിൻ്റ് അടിച്ചിട്ടുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ ഞങ്ങളുടെ പണ്ടത്തെ റൂം എടുത്തു നോക്കിയാൽ അറിയാം. ഞങ്ങളുടെ വീട്ടിൽ ആരും വരുമ്പോൾ ഞങ്ങൾ ആ റൂം അടച്ചിടും. പിന്നെ ആരും വീട്ടിൽ വരികയെന്ന് നമുക്ക് ഇഷ്ടം ഉണ്ടാവില്ല. എന്താ വെച്ചാൽ പിന്നെ ആ റൂമിൽ നിന്ന് ഒരു മഴക്കാലമൊക്കെ വന്നാൽ പൂപ്പെല്ലാം മണും കാര്യങ്ങളൊക്കെ അതൊക്കെ ഞങ്ങൾ ജീവിച്ചു വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കുക. അപ്പം ഇപ്പം ഞങ്ങളത് ഷീറ്റിടാനുള്ള കാരണം ഇനിയും ഉള്ള ഒരു കാലഘട്ടത്തിൽ മഴയും ചീറ്റിലൊന്നും ഇല്ലാണ്ടിരിക്കാൻ ഇപ്പോഴും പൂപ്പലുണ്ട്. പക്ഷെ ആരും പുറലോ കാണണില്ല എന്നുള്ളു. പക്ഷെ അതൊക്കെ ഉണ്ട്. ഞാൻ പറയട്ടെ ഞങ്ങളുടെ ബാത്റൂമുള്ള ടൈലിനെ ചിന്നിട്ടേക്കണ്. ഞാൻ അതിപ്പോൾ മാറ്റണില്ല. അത് ഞാൻ എപ്പോഴെങ്കിലും കാശുണ്ടാകുമ്പോൾ അപ്പം മാറ്റാം. ഒരു 10,000 രൂപ വേണ്ട ബാത്റൂമിനകത്തൊക്കെ ചിന്നി പക്ഷെ പറഞ്ഞിട്ടല്ല ഇപ്പം പറ്റില്ല. ഒരു നമുക്ക് ഭക്ഷണ രീതി ഒക്കെ സെറ്റ് ആവണം. അപ്പം അതാണ് എന്താ വെച്ചാൽ പൊന്നിനൊരു കാര്യം ചെയ്യാൻ പറ്റില്ല. എന്താ വെച്ചാൽ 3 കുറുവ സംഘം പൊന്നിൻ്റെ കൂടെ. അതിനേക്കാളും വലുത് കുറുവ സംഘത്തിൻ്റെ അവിടെ തലയെത്തിയുണ്ട്. ഇവിടെ എന്താ തലയെത്തിനായിട്ട് കൊടുക്കാൻ തലയെത്തി ഏറ്റവും വലിയ കുരുത്തക്കേടിന് അവാർഡ് മേടിച്ചിട്ടുള്ളൂ. ഇതാണ് അവസ്ഥ. അവൾക്ക് പണിയെടുക്കാൻ പറ്റില്ല. ഒരാളെടുത്തിട്ട് പോകില്ല.
പിന്നെ കുണുക്കനും കുണിക്കനും ഇവിടെ നിർത്താൻ പറ്റാത്ത സാഹചര്യം, അതാണ് അവിടെ ആക്കണം. പൊടി ഇവിടെ അവരാക്കാൻ പറ്റാത്ത സാഹചര്യം. അത്യാവശ്യം മരുന്നും കാര്യങ്ങളൊക്കെ ഇപ്പൊ ഈ മാസം കൊണ്ട് കഴിച്ചു. ഈ മാസം പൊങ്കാലയ്ക്ക് പോകാനായിട്ട് തലേദിവസം 10,000 രൂപയ്ക്ക് ഡോക്ടറെയും കാണിച്ച് മരുന്ന് മേടിച്ചിട്ട് ഞാൻ കാണുമ്പോൾ എന്ന് വെച്ചാൽ നമ്മളൊരു മാസം മുന്നേ റൂം കാരണം ബുക്ക് ചെയ്ത് നമുക്ക് പിന്നെ പൊങ്കാല ഇടണമെന്ന് നമുക്കതൊരു ഭയങ്കര ഒരു ഇതാല്ലേ പൊങ്കാല ഇട്ടതിന്റെ മനസ്സിന് ഭയങ്കര ഒരു തൃപ്തി. പക്ഷെ അടുപ്പ് കത്തിക്കുമ്പോ നമുക്ക് ടെൻഷൻ ഉണ്ടായിരുന്നല്ലോ പൊന്നോ. കഴിഞ്ഞ ചേട്ടനാണ് ഇപ്പൊ അടുപ്പ് കത്തിക്കാത്ത നല്ല തിരക്കും പിന്നെ ഉണ്ണിയാളും ഉണ്ടായിരുന്നില്ല. കാരണം ഞാന് അയ്യോ അന്യേട്ടനും രക്ഷയില്ലേട്ടാ. 3 അന്യേട്ടൻ്റെ കൂടെ ഷെബീന് വീഡിയോ എടുക്കാൻ വരണം. ഷെബിയുടെ പുകയിലും അന്യേട്ടനാണെങ്കിൽ ചെകുത്താമാരുടെ ഇടയിലും എന്ന് പറയുമ്പോൾ അവസ്ഥ കുരിശിന്റെയും ചെകുത്താൻ്റെ ഒക്കെ ഇടയിലായിരുന്നു അപ്പാപ്പന്റെ ജീവിതം. എന്താ പറയണ 3 അപ്പാപ്പനെ പറപ്പിച്ചുണ്ട്, പട്ടം പറപ്പിക്കണ പോലെ. അവരെ കുടുംബാണ് നമ്മുടെ ജീവിത രീതികൾ പോകുന്നത്. ഇനിയിപ്പോ നെഗറ്റീവായിട്ട് വരികയാണെങ്കിൽ വരി എന്താ പലിശക്ക് കൊടുക്കാനുള്ള ആൾക്കാരെ നമ്മൾ മേടിക്കാണ്ടിരുന്ന അവർക്ക് വിഷമാവില്ല. അതുകൊണ്ടാണ് മേടിച്ച് ജീവിതമാർഗമല്ല. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ജീവിതമാർഗം, അവരുടെ ജീവിതമാർഗം നമ്മുടെ ജീവിതമാർഗം ഒക്കെ തന്നെയാണ്. നന്നായിട്ട് പറഞ്ഞോളൂ. നിങ്ങൾ പലിശക്ക് മേടിക്കാറുണ്ട് കാര്യങ്ങളുണ്ട്, നിങ്ങളെല്ലാം നിങ്ങളുടെ കയ്യിലിരിക്കുന്ന കാശ് കൊണ്ടൊന്നല്ല ഒക്കെ ഒരു തരത്തില് നമ്മൾ. പിന്നെ എനിക്കൊരു കാര്യം പറയട്ടെ, നമുക്ക് എത്ര വർഷം ഉണ്ടാവും സുരേഷ് ബാബു എന്ന് പേരിലൊരു അക്കൗണ്ട് നമുക്ക് നെഗറ്റീവ് വരാറുള്ളത്? സുരേഷ് ബാബു ഏറ്റെടുത്തിട്ട് ഇപ്പൊ ഏകദേശം 1 കൊല്ലമായി, 2 കൊല്ലമായി ഏകദേശം. ആ പൊന്നൊക്കെ വന്ന സമയത്തുണ്ട് ഒരു അക്കൗണ്ട് ഇട്ട സുരേഷ് ബാബു എന്നുണ്ട്. ഞങ്ങളെല്ലാവരേനും ഒരാളൊന്നുമില്ല കേട്ടോ, അന്യേട്ടം തൊട്ട് കുണിക്കുമ്പോ കാത്തുമ്പോ വരെ അവരൊക്കെ ഇരുന്ന് നെഗറ്റീവ് പറയണ ഒരു ആശാനാണ് കേട്ടത്. അപ്പൊ പല പ്രാവശ്യം ഇവിടെ ഉണ്ടായിരുന്ന ഇപ്പൊ ഇവിടുന്ന് പോയ ആളായാലും എല്ലാവരും എങ്ങനെയൊക്കെ അപമാനിക്കാൻ നിലക്കൊക്കെ അക്കൗണ്ടിൽ കയറി നെഗറ്റീവ് ഓരോരുത്തരുടെ സ്വഭാവത്തിന് എന്താ വെച്ചാൽ ഇവിടെ ഉള്ളപ്പോ വരാ നെഗറ്റീവ് എന്തൊക്കെയാ പറഞ്ഞിരിക്കണ വെച്ചാൽ എന്തൊക്കെ പറഞ്ഞിട്ട് വെച്ചാൽ അതുപോലൊക്കെ എന്നിട്ട് എന്നോട് അത് ഇയാൾ പറയും അതെ അയാളെ കണ്ടെത്തണം, അയാളെ കേസ് കൊടുത്ത് കണ്ടെത്തണം എന്നിട്ട് ഇങ്ങനെ നിന്ന് തുള്ളിയുന്ന ആൾക്കാരൊക്കെ നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു കേട്ടോ പണ്ട്. പക്ഷെ ഞാൻ അന്ന് ആളെന്നെ നല്ല നെഗറ്റീവ് ആയിരുന്നു. എന്നിട്ട് ആ അക്കൗണ്ട് എടുത്ത് നോക്കിയപ്പോൾ ആ അക്കൗണ്ടിന്റെ പേര് പുറത്തുനിന്ന് നമുക്ക് കാണുമ്പോൾ സുരേഷ് ബാബു ആണെങ്കിലും പിന്നെ അതിന്റെ പ്രൊഫൈല് 2005 അങ്ങനെയാണ് കൊടുത്തിരുന്നത്. പിന്നെ പിന്നെ എന്റെ പേര് മുസ്ലിം പേര് ഷാജി മുഹമ്മദാ. അപ്പൊ ആ കമന്റിൽ ഞാൻ UK വന്നു കഴിഞ്ഞാൽ കാണാട്ടെ. എന്താ വെച്ചാൽ ഇപ്പൊ കമന്റ് ഒക്കെ പിൻ ചെയ്യണവരൊക്കെ ഉണ്ടായിരിക്കും. ഇപ്പൊ ആളിപ്പോ ഭയങ്കര നല്ല മനുഷ്യനായി മാറിയിരിക്കുകയാണ്. ആ ഒരു സന്തോഷത്തെ എല്ലാവരും അറിയിക്കുകയാണ്. ആളെ കമന്റ് അടക്കം പിൻ ചെയ്യാന്നുള്ള നിലയ്ക്ക് നമ്മൾ താഴ്ന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആരായാലും സുരേഷ് ബാബു ഒരു സൈഡ് ഫുള്ള് പഴയ പാട്ടായിരുന്നു. ഇപ്പൊ അതൊന്ന് പുതുക്കിയിട്ടിട്ട് ഇത് പറയാതിരിക്കാൻ പറ്റില്ല. എന്താ വെച്ചാൽ അയാൾ അത്രയും നെഗറ്റീവിന്റെ ഒന്നാമത്തെ ആശാന അയാള് അത്രയും. എന്നിട്ടിപ്പോ അയാള് പറയണ പക്ഷെ ഞാനിത് വേറെ ഒന്നുമില്ല കേട്ടോ. ഒരു ബ്യൂട്ടി വൈബ്സാ അങ്ങനെ ഒരു അക്കൗണ്ടിൽ ഒരു കുട്ടി വീഡിയോ ഇട്ടു. അത് കണ്ടപ്പോഴാണ് ഇങ്ങനെ ഒരു വ്യക്തിയുടെ ഒരു കമന്റ് ഞാൻ കാണുന്നത് തന്നെ കേട്ടോ. അപ്പൊ എന്തായാലും കമന്റ് ഒക്കെ നന്നായി ഇടാ സുരേഷ് ബാബു. പക്ഷെ നീ എങ്ങനെ സുരേഷ് ബാബു എന്ന് പറയുമ്പോ ഒരു ഹിന്ദുവിന്റെ പേര് അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനിയുടെ പേര് നിൽക്കാം. പിന്നെ മുഹമ്മദ് എന്ന് വരുമ്പോ എങ്ങനെയാ അതൊരു മുസ്ലിമിന്റെ പേരല്ലേ വരുന്നത്? അപ്പൊ അതെങ്ങനെ നിന്റെ കണക്കങ്ങോട്ട് ശരിയാണല്ലോ? എനിക്കറിയില്ല തിരിച്ചിടല്ലോ അതൊന്നും കാര്യമൊന്നുമില്ല. ഇനിയിപ്പോ ഇന്നലെ കുന്നാള് മാർക്കറ്റിന്റെ അവിടെയുള്ള ആളാണെന്ന് അറിയില്ല. എങ്ങനെ വേണമെങ്കിൽ അപ്പൊ എന്തായാലും നാട്ടിൽ വരുമ്പോ കാണാം. ഞങ്ങളതിനൊന്നും കാണേ, നമുക്കൊന്നും കാണണ്ടേ? ഇപ്പൊ ഞങ്ങളുടെ ഫാമിലി ഇത്ര ഒരാളെ കണ്ട പോരല്ലോ മോനെ, എല്ലാരും കാണണ്ടേ? നിനക്ക് കാണാൻ ആഗ്രഹം ഞങ്ങൾക്ക് കാണുന്നുണ്ട്, നിനക്ക് ആഗ്രഹമില്ല. ഞങ്ങൾക്ക് കാണുന്നത് ഇത്രയൊക്കെ നീ കഷ്ടപ്പെട്ട് കമന്റ് ഇട്ടുള്ള വ്യക്തിയല്ലേ. അപ്പൊ നിന്നെ നേരിട്ട് കാണുന്നത് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ നിന്റെ കമന്റ് ഞങ്ങളൊന്നും പിൻ ചെയ്യണില്ല കേട്ടാ. അപ്പൊ പോട്ടെ. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ നെഗറ്റീവും പോസിറ്റീവും അല്ല കമന്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഞങ്ങൾക്കിപ്പോൾ മറ്റൊരാളെ നെഗറ്റീവ് പറഞ്ഞാൽ അത് ഞങ്ങൾക്ക് വേണമെങ്കിൽ പിൻ ചെയ്തിടാം. പക്ഷെ ഞങ്ങൾക്ക് അത്രയുള്ളൂ. ഞാൻ മോത്തടിച്ച പോലെ എൻ്റെ കാര്യങ്ങൾ പറയും. അതിപ്പോൾ തിരിച്ചു പറഞ്ഞു മറിച്ച് പറഞ്ഞു നിങ്ങൾ അന്ന് അങ്ങനെയല്ലോ ഇന്ന് എങ്ങനെയല്ലോ പറഞ്ഞു.
അതിൻ്റെ സഹോദര അല്ലെങ്കിൽ എൻ്റെ സഹോദരന്മാരെ നമുക്ക് ഓരോ ദിവസവും ഒരേപോലെ ഇല്ലല്ലോ, നമുക്ക് മാറ്റങ്ങളുണ്ട്. നമ്മൾ മനുഷ്യന്മാരല്ലേ, എന്നും ഒരുപോലെ നമുക്ക് നിന്ന് പോകാൻ പറ്റും. അപ്പം ചെറിയ മാറ്റങ്ങൾ, പിന്നെ നമ്മുടെ ലൈഫിൽ നമുക്ക് ചില മാറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വരും. ഇഷ്ടമുള്ളവരോട് ദേഷ്യം വരാം, ദേഷ്യമുള്ളവരെ ഇഷ്ടം വരാം, പലതും ഉണ്ടായിന്ന് വരും. അപ്പം അതുപോലെ ഇരിക്കും നമ്മുടെ ലൈഫിലെ കാര്യങ്ങളൊക്കെ. സുരേഷ് ബാബുവിനെ ഏറ്റവും നടന്നോളെ. അപ്പോൾ പോവാണ്. ബൈ.